കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ സഹോദരന്മാരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ സഹോദരിമാരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു മനുഷ്യൻ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ചാനൽ ക്ലബ് ഹൗസിൽ ഒരു മനുഷ്യനിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ അപ്പോസ്തലപ്രവൃത്തികളിൽ നമ്മൾ 3000 പേര് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന കാര്യം വായിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്, ഈ ഒറ്റ ദിവസം ഈ 3000 പേരെങ്ങനെയാണ് സ്നാനപ്പെട്ടത്, അത് സാധ്യമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അതാണ് ഒരു ചോദ്യം. രണ്ടാമതായി ചോദിച്ച ചോദ്യം, യേശുക്രിസ്തു സ്നാനപ്പെട്ടത് ഏത് നാമത്തിലാണ് എന്നാണ് ചോദിച്ചത്. പിന്നീടുള്ള അയാളുടെ സംശയം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന് സ്നാനപ്പെടേണ്ട ആവശ്യം എന്തായിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്നാനത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പല ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരിൽ നിന്നെങ്കിലും ഒക്കെ ഒരു മറുപടി ലഭിച്ചാൽ നന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ വേറെ പലർക്കും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സംശയം, ഞാൻ വേദോസ്തവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ ഷിബു പീഡിയക്കിൽ ചോദിച്ച ചോദ്യം ഞാൻ ആദ്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യമാണ്. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഇവിടെ 41-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു. അപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്, സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു. അപ്പോൾ സ്നാനമേറ്റ ദിവസം 3000-ഓളം പേർ സഭയോട് ചേർന്നു. അപ്പോൾ ഒരു ദിവസം തന്നെ 3000 പേര് സ്നാനപ്പെട്ടു. അതുകൊണ്ട് ഈ 3000 പേരെ എങ്ങനെ ഒരു ദിവസം സ്നാനപ്പെടാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ അതിന് ഷിബു പീഡിയക്കൽ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് ഈ വെള്ളത്തിൽ, നദിയിൽ അല്ലെങ്കിൽ കുളത്തിലൊക്കെ ഇറങ്ങി മുക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പഴയ നിയമത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു പുതിയ നിയമത്തിൽ നിവൃത്തിയാക്കാനുള്ള ഒരു പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് എങ്ങനെയാണ്. അത് യെഹെസ്കേലിൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 25-66 വാക്യങ്ങളാണ്. ഞാൻ വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അങ്ങനെ കല്ലായുള്ള ഹൃദയം നീക്കി മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് തരും. ഈ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ നിർമ്മല ജലം തളിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ 3000 പേരെ ഇങ്ങനെ തളിച്ചായിരിക്കും സ്നാനപ്പെടുത്തിയതെന്നാണ് ഷിബു പീഡിയക്കലിന് മനസ്സിലായ കാര്യം എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ എനിക്കത് മനസ്സിലായ കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് കാര്യമാണ് അംഗീകരിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുക. ഈ പത്രോസ് അപ്പോസ്തലൻ 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഈ എഴുന്നേറ്റ് നിൽക്കുന്നത് 11 പേരാണെങ്കിലും അവിടെ മൊത്തം 120 പേരുണ്ട്. 120 പേരിൽ കുറച്ച് സ്ത്രീകളുമുണ്ട്, ബാക്കി സഹോദരന്മാരാണ്. അങ്ങനെ ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്ന് ഇവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിലൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ബഹളം കേട്ടുകൊണ്ടാണ് ജനം ഓടിക്കൂടിയത്. അപ്പോൾ ഓടിക്കൂടിയ ജനത്തോട് പത്രോസ് സംസാരിക്കുമ്പോൾ അവർ തിരിച്ച് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്,
അപ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 37 വയ്ക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കൊത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൂടി വന്ന പുരുഷാരത്തിൽ നിന്ന് ഉതിർന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിൻ്റെ വാക്ക് കേട്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു. അപ്പോൾ അവർ ചോദിച്ച് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടിയാണിത്. അപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹം ചോദിച്ച ഈ 3000 പേര് സ്നാനപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യെരുശലേം എന്ന് പറയുന്ന പട്ടണത്തിനടുത്ത് ജലസംഭരണികൾ, തടാകമോ ആറോ നദിയോ അങ്ങനെയൊന്നും ഈ പട്ടണത്തിനടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ യെരുശലേമിൻ്റെ അടുത്ത് നദികളൊന്നുമില്ല, തടാകങ്ങളൊന്നും ഇല്ലായിരിക്കാം. കാരണം യെരുശലേം ഇച്ചിരി ഉയർന്ന പ്രദേശമാണ്. പക്ഷേ യെരുശലേമിന് 4 കുളങ്ങളുള്ളതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ കാണും. അതിൽ ഒന്ന് ശീലോഹാം എന്ന് പറയുന്ന കുളവും ഒന്ന് ബേഥെസ്ദ എന്ന് പറയുന്ന കുളവുമാണ്. അതുകൂടാതെ ഈ ശീലോഹാം കുളത്തിൽ നിന്നും ബേഥെസ്ദ കുളത്തിൽ നിന്നും നീർപ്പാത്തികൾ വഴി ജലം സംഭരിക്കുന്ന 2 കുളങ്ങളുണ്ട്. അതിനെ താഴത്തെ കുളമെന്നും മേലെ കുളമെന്നും പറയും. അത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുക. അപ്പം അങ്ങനെ അതുകൂടാതെ ശലോമോൻ കുഴിപ്പിച്ച പല കുളങ്ങളും അവിടെ ഉണ്ട് എന്നാണ് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില നിഘണ്ടുകളിലൊക്കെ നമ്മൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ എത്ര കുളമുണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ഏത് തന്നെയാണെങ്കിലും 4 കുളങ്ങളുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. 2 കുളം പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്, 2 കുളം പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4 കുളം അവിടെയുണ്ട്. അതുകൂടാതെ മറ്റു കുളങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുവാട്ടെ, ഇനിയിപ്പോൾ 4 കുളം വേണ്ട, 1 കുളമേ ഉള്ളൂ എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും 3000 പേരെ സ്നാനപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഇന്നത്തെ ഈ തലമുറയിൽ നടത്തുന്ന സ്നാനം പോലെ അല്ല അന്നത്തെ സ്നാനം നടത്തിയത് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് സ്നാനം നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്നാനത്തിനൊരു ക്ലാസ് എടുത്ത് ആ സ്നാനാർത്ഥിയെ നേരെ ആറിലേക്കോ തോട്ടിലേക്കോ കുളത്തിലേക്കോ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകും. പോണ വഴിക്ക് ഒരു പാട്ടൊക്കെ പാടും. അവിടെ ചെന്ന് ചില ദൈവവചനങ്ങളൊക്കെ വായിച്ച് ഒരു 2-3 മിനിറ്റ് പ്രസംഗിച്ച് അതിനുശേഷം സ്നാനപ്പെടാനുള്ള വ്യക്തിയെ വെള്ളത്തിലിറക്കി നിർത്തും. വെള്ളത്തിലിറക്കി നിർത്തി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇപ്പോൾ 2-3 ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ എല്ലാ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ഞാനിതിൽ പറയുന്നില്ല. അങ്ങനെ ചോദിച്ച് ആ ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഉവ്വ എന്ന് ഇവർ പറയും. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങനെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടത്തെ സ്നാനത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെ വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉത്തരം പറഞ്ഞ് സ്നാനപ്പെടുത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും വേണം. അപ്പോൾ ഈ 10 മിനിറ്റ് ഒരാളെ സ്നാനപ്പെടുത്താൻ വേണം. അപ്പോൾ ആ രീതിയിൽ ഈ മനുഷ്യൻ ചിന്തിച്ചിട്ടാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ 3000 പേരെ സ്നാനപ്പെടുത്തിയത്. പക്ഷേ ഈ 3000 പേരെ സ്നാനപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ ഞാനൊരു മർമ്മം പറയാം. അതായത് ഈ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ചെയ്ത ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യത്തിൽ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് ഏകദേശം 10,000 പേരെ പോഷിപ്പിച്ച ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ഒരു നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി യേശുവിൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരം വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിങ്ങ് കൊണ്ടുവരുവിൻ എന്ന് യേശു പറഞ്ഞു.
പിന്നെ പുരുഷാരം പുലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 വട്ടി നിറച്ചെടുത്തു. അപ്പോൾ തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ 5000 പുരുഷന്മാരും ഏകദേശം അതിനടുത്ത സ്ത്രീകളും അതിനടുത്ത കുട്ടികളും, നമുക്ക് ഏകദേശം കണക്ക് കൂട്ടുമ്പോൾ ഒരു 10000 പേരൊന്ന് കൂട്ടിക്കും. 10000 പേർക്ക് അപ്പവും മീനും കൊടുക്കുവാനായിട്ട് യേശുക്രിസ്തു 12 ശിഷ്യന്മാരെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഈ 3000 പേരെ സ്നാനപ്പെടുത്തിയത് ഈ 12 ശിഷ്യന്മാരായതുകൊണ്ട് 11 അപ്പോസ്തലന്മാരാണ് ഈ 3000 പേരെ സ്നാനപ്പെടുത്തിയത്. അതുകൊണ്ട് ആ 11 പേര് വിചാരിച്ചാൽ ഒരു ദിവസം 3000 പേരെ സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ആ സ്നാനം നടന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം വായിച്ചത്. അപ്പോൾ ഇവിടെ ഈ 11 അപ്പോസ്തലന്മാരാണ് സ്നാനപ്പെടുത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പത്രോസ് പ്രസംഗിച്ചു, ബാക്കി 11 പേരെ എഴുന്നേറ്റ് നിന്ന് 11 പേര് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. അങ്ങനെ ആകെ 12 പേര്. ആ 12 പേരല്ല ഉള്ളത്, അവിടെ 120 പേരുണ്ട്. 120-ൽ ചില സ്ത്രീകളുണ്ടെന്ന് മാത്രം. അപ്പോൾ ബാക്കി പുരുഷന്മാരുണ്ട്. അപ്പോൾ ഈ സ്നാനം കഴിപ്പിച്ചത് അപ്പോസ്തലന്മാരാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഈ 120 പേരുള്ള സംഘത്തിൽ എത്ര പുരുഷന്മാരുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ പുരുഷന്മാരൊക്കെ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇനി അതൊന്നും വേണ്ട, ഒരാളെ സ്നാനം കഴിപ്പിച്ചോളൂ, അല്ലെങ്കിൽ ഈ 12 അപ്പോസ്തലന്മാർ മാത്രമേ സ്നാനം കഴിപ്പിച്ചോളൂ എന്നിരിക്കട്ടെ. എന്നാലും 3000 പേരെ സ്നാനം കഴിപ്പിക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഈ സംഭവം വായിച്ചത്. ഇവിടെ ഈ 12 അപ്പോസ്തലന്മാരാണ് 10000 പേർക്ക് ഭക്ഷണം വിളമ്പണത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, 10000 പേർക്ക് ഭക്ഷണം വിളമ്പാൻ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം വിജനമല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം 12 ശിഷ്യന്മാർ 10000 പേർക്ക് ഭക്ഷണം വിളമ്പി എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത് നടന്ന സംഭവമല്ലേ. അപ്പോൾ അത് മാത്രമല്ല, അവിടെ എഴുതി വച്ചിരിക്കുന്നത് എല്ലാവരും തിന്ന് തൃപ്തരായി. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് തൃപ്തരാകുന്നത് വരെ അവർക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പത്രോസും യോഹന്നാനും അന്ത്രയോസും ഫിലിപ്പോസും ഇങ്ങനെ വിളമ്പിപ്പോയി. അത് പിന്നെ രണ്ടാമതും ചിലപ്പോൾ അതിൻ്റെ കൂടെ രണ്ടാമത് ആവശ്യം വന്നവർക്ക് രണ്ടാമതും കൊടുത്തു വേണം. അപ്പോൾ തൃപ്തരാകുന്നത് വരെ അവർ തിന്നു എന്നുള്ളതാണ്. ബാലൻസ് 12 കൊട്ട നിറച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഒരു ദിവസം നടന്ന സംഭവമാണ്. അപ്പോൾ 10000-ലധികം പേർക്ക് 12 ശിഷ്യന്മാർ ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കാൻ കഴിഞ്ഞു എങ്കിൽ ഒരു മനുഷ്യനെ സ്നാനപ്പെടുത്താൻ ഏറി വന്നു കഴിഞ്ഞാൽ 3 മിനിറ്റ് മതി. ഏറി വന്നാൽ 3 മിനിറ്റ്. ആ 3 മിനിറ്റിന് 120 പേരുള്ള സംഘത്തിൽ ഈ 12 പേരെ വെച്ച് ബാക്കിയുള്ളവരെ ഒഴിവാക്കാം. ഈ 12 പേര് ഈ 4 കുളത്തിൽ പോയി സ്നാനപ്പെടുത്തിയാൽ ഒരു ദിവസം 3000 പേരെ സ്നാനപ്പെടുത്താൻ വളരെ നിസ്സാരമായ കാര്യമാണ്. ശീലോഹാമിലോ ബേഥേസ്തയിലോ മേലെക്കുളത്തിലോ താഴെക്കുളത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ഈ 3000 പേരെ 12 പേർക്ക് സ്നാനപ്പെടുത്തുവാൻ നിസ്സാര സമയം മതി എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഈ 10000-ലധികം പേർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവർ തൃപ്തരാവുന്നത് വരെ അവർക്ക് ചിലപ്പോൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ ചിലപ്പോൾ ഭക്ഷണം കൊടുക്കേണ്ടി വന്ന് കാണാം. അങ്ങനെയൊക്കെ കൊടുത്ത് ആ ബാലൻസ് വന്ന ഭക്ഷണം നിറച്ചെടുത്ത സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അത് വെറും 12 ശിഷ്യന്മാർ ചെയ്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം വിളമ്പുന്ന തൃപ്തിയോ വരുന്നയിടം വരെ ഭക്ഷണം വിളമ്പുന്ന ആ സമയം മതി ഒരാളെ സ്നാനപ്പെടുത്താനായിട്ട്. അപ്പോൾ അവിടെ ചെയ്തത് ഏകദേശം 10000 പേരാണ്, ഇവിടെ 3000 പേരാണ്. അപ്പോൾ 3000 പേരെ സ്നാനപ്പെടുത്താൻ 12 പേർക്ക് ഒരു ദിവസം മുഴുവൻ വേണ്ട. 4 കുളത്തിൽ, അവിടെ 6 തടാകവും
പുഴയും നദിയും ഒന്നും ഇല്ലാന്ന് കൂട്ടിക്കും, 4 കുളമുണ്ട്. ആ കുളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുത്താനായിട്ട് ഒരു ദിവസം ധാരാളം മതി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സ്നാനമേറ്റ് അന്ന് സഭയോട് 3000 പേര് ചേർന്നു എന്ന് പറയുമ്പോൾ അതിശയം തോന്നാനുള്ള കാരണം, ഇന്ന് നമ്മൾ നടത്തി വരുന്ന സ്നാനത്തിൻ്റെ രീതി നോക്കുമ്പോഴാണ് അന്ന് 3000 പേരെ സ്നാനപ്പെടുത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ കഴിയുമോ എന്ന് സംശയം തോന്നാൻ കാരണം. എന്നാൽ ഇന്ന് നമ്മൾ സ്നാനപ്പെടുത്തുമ്പോൾ ഒരു ക്ലാസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് സ്നാനപ്പെടുത്താൻ പോണേ. എന്നാൽ പത്രോസ് ഒരൊറ്റ ക്ലാസ് അങ്ങ് എടുത്തു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒരു ക്ലാസ് അങ്ങെടുത്തപ്പോൾ ആ ക്ലാസ് കേട്ടവരെല്ലാം യേശുവിൽ വിശ്വസിച്ചു. ആ വിശ്വസിച്ചവരെല്ലാം കുളത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങ് സ്നാനപ്പെടുത്തി. അവിടെ സ്നാനക്കുളത്തിൽ ഇറക്കി നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ പത്രോസോ യോനാനോ ഒക്കെ തലയിൽ കൈ വച്ചിട്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ, യേശു നിനക്ക് വേണ്ടി മരിച്ചതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പത്രോസും യോനാനും ഒന്നും അവരോട് ചോദിച്ചില്ല. കാരണം അവരോട് ചോദിക്കാനും പറയാനുള്ളതെല്ലാം ആ കെട്ടിടത്തിൽ വെച്ച് യെരുശലേമിൽ വെച്ച് പ്രസംഗിച്ച കൂട്ടത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ അതിന് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു എന്നാണ്. അപ്പോൾ അവൻ്റെ വാക്ക് കൈക്കൊണ്ടത് സ്നാനക്കുളത്തിൽ വെച്ചല്ല, അവൻ എവിടെ വെച്ച് പ്രസംഗിച്ചോ ആ പ്രസംഗിച്ച സ്ഥലത്ത് അവർ പ്രസംഗം കേട്ട് അവരുടെ ഹൃദയത്തിൽ കൂത്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് അവൻ്റെ ആ പ്രസംഗത്തിൽ നിന്ന് അവർ സ്വീകരിക്കേണ്ടത്, അവർ വിശ്വസിക്കേണ്ടത്, അവർ അംഗീകരിക്കേണ്ടത് അവരങ്ങ് കൈക്കൊണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷമാണ് അവർ സ്നാനപ്പെടുത്താനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ സ്നാനക്കുളത്തിൽ ഇറക്കി നിർത്തിവെച്ച് പിന്നെ തലയിൽ കൈവച്ചിട്ട് നീ ഇങ്ങനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ, നിന്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചതാണെന്ന് നീ വിശ്വസിക്കുന്നുവോ, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് നീ വിശ്വസിക്കുന്നുവോ, ഇങ്ങനെയൊന്നും അന്ന് സ്നാനപ്പെടുത്തിയ വ്യക്തിയോട് ചോദിച്ചിട്ടില്ല. അതൊക്കെ ഇന്നത്തെ സ്നാനത്തിൽ ചോദിക്കുന്ന കാര്യമാണ്. അന്ന് പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ അവർ സ്വീകരിച്ചു, യേശുവിൽ അവർ വിശ്വസിച്ചു. ഉടനെ യേശുവിൽ വിശ്വസിച്ചവരെ എല്ലാം കൊണ്ടുവന്ന് അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരാളുടെ തലയിൽ കൈവച്ചിട്ട് നിന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് മുക്കണേന് എത്ര മിനിറ്റ് വേണം? 1 മിനിറ്റ് പോലും വേണ്ട. വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്ന വ്യക്തിയുടെ തലയിൽ കൈവച്ചിട്ട് നിന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പത്രോസിന് പറഞ്ഞ് ഒന്ന് മുക്കണമെങ്കിൽ 1 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ 3000 പേരെ ഈ 12 അപ്പോസ്തലന്മാർക്ക് സ്നാനപ്പെടുത്താൻ എന്തോരം നേരം വേണം? അപ്പോൾ ഒരു ദിവസം കണ്ട് 3000 പേരെ സ്നാനപ്പെടുത്തി എന്ന് പറയുന്നത് വലിയ അത്ഭുത കാര്യമൊന്നുമല്ല. അത്ഭുത കാര്യം എന്നാണെന്നറിയോ? 5 അപ്പം കൊണ്ട് 10,000-ലധികം പേർക്ക് ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി എന്നുള്ളതാണ് വലിയ അത്ഭുതകരമായ കാര്യം. അപ്പം അതുകൊണ്ട് 12 അപ്പോസ്തലന്മാരാണ് 10,000-ലധികം പേർക്ക് ഭക്ഷണം കൊടുത്തതെങ്കിൽ 12 അപ്പോസ്തലന്മാർക്ക് 3000 പേരെ സ്നാനപ്പെടുത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. ഒരു വ്യക്തിക്ക് 1 മിനിറ്റ് സ്നാനത്തിന് മതി എന്നുള്ളതാണ്. 1 മിനിറ്റ് കൊണ്ട് ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്താം. കാരണം സ്നാനക്കുളത്തിൽ വെച്ച് അവർക്ക് പ്രത്യേകം ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. ക്ലാസ്സൊക്കെ അവർക്ക് യെരുശലേമിൽ കൊട്ടാരത്തിൽ വെച്ച് വീട്ടിൽ വെച്ച് എടുത്തു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ട് സ്നാനപ്പെട്ടതാണോ അതോ പലപ്പോഴായിട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നതാണോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഒരു ദിവസം കൊണ്ട് സ്നാനപ്പെട്ടതാണ്. ആ ഒരു ദിവസം കൊണ്ട് സ്നാനപ്പെടുവാൻ, ഇത്രയും സ്നാനപ്പെടുവാൻ ഒരു ദിവസം ധാരാളം മതി എന്നുള്ളതാണ്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹം ചോദിച്ച 3 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് മാത്രമേ മറുപടി പറഞ്ഞുള്ളൂ. അദ്ദേഹം ചോദിച്ച 3 ചോദ്യങ്ങൾ 3000 പേര് ഒരു ദിവസം സ്നാനപ്പെടുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിൻ്റെ മാത്രമേ ഞാൻ ഇന്ന് മറുപടി പറഞ്ഞുള്ളൂ. ഇനി രണ്ടാമത്തെ അയാളുടെ സംശയം ഇതാണ്: യേശുക്രിസ്തു ആരുടെ നാമത്തിലാണ് സ്നാനപ്പെട്ടത്? അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ചോദ്യം ഇതാണ്: യേശുക്രിസ്തുവിന് സ്നാനപ്പെടേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പോൾ ആ 2 കാര്യങ്ങൾ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.